ഹായ് ഫ്രണ്ട്സ്, സാബിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെ ഒക്കെ അപ്ഡേറ്റുകളാണ്. പിന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം അതടക്കം ഇന്ന് 15ഓളം റിലീസുകളാണ് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അതടക്കം 21ഓളം റിലീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കുന്നത്. അതിന് നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തത് ഒരു കൊറിയൻ മൂവിയാണ്. കൊറിയൻ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. എക്സ്ഹ്യൂമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി കൊറിയൻ, തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം ഭാഷകളിലായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇതിനു മുമ്പേ തന്നെ ബുക്ക് മൈ ഷോസിൽ റിലീസ് ചെയ്യുന്ന ഈ സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഹെൽ ബൗണ്ട് എന്നാണ് സീരീസിന്റെ പേര്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മുതൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. അടുത്തത് സർപ്രൈസ് ആയി റിലീസ് ചെയ്തൊരു ഹിന്ദി മൂവിയാണ്. 27-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ആമസോൺ പ്രൈമിൽ സ്ത്രീ 2 എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു കോമഡി ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ സിനിമ നോർമൽ ഓഡിയൻസിനും നോർമൽ സബ്സ്ക്രൈബേഴ്സിനും കാണുന്ന രീതിയിൽ മാറും എന്നാണ് അറിയുന്നത്. അതുകൂടാതെ ഡബ്ഡ് വേർഷനും പെട്ടെന്ന് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ നാനി, അതുപോലെ തന്നെ SJ സൂര്യ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ശരിപ്പോത ശനിവാരം എന്ന് പറഞ്ഞ സിനിമ. ശരിപ്പോത ശനിവാരം തെലുങ്ക് മൂവിയാണ്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളെ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ്. അതുകൂടാതെ ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ ഇന്ന് ഓൾറെഡി ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത് ഇന്ത്യക്ക് പുറത്തായിട്ട് വന്നിട്ടുണ്ട്. ഓവർസീസിൽ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി 12 ശേഷം ഇന്ത്യയിൽ മാക്സിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു സിനിമ കൂടി ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഓം ഭീം ബുഷ് എന്നൊരു തെലുങ്ക് മൂവിയുടെ മലയാളം, കന്നഡ ഡബ്ഡ് വേർഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തത് ഇത്രയാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമ ഇന്ന് രാത്രി 12 ശേഷം മാക്സിൽ നമുക്ക് റിലീസ് ചെയ്യുന്നതാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സൈജു കുറുപ്പ്, അതുപോലെ തന്നെ സായികുമാറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് ഡിമോണ്ടി കോളനി 2 എന്ന് പറഞ്ഞൊരു ഒരു തമിഴ് ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അരുൾനദി, അതുപോലെ തന്നെ പ്രിയ ഭവാനി ശങ്കറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. C5 ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഡ്രാമ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്. ഡു യു സി വാട്ട് ഐ സി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്. ഗ്യോങ്സ്യോങ് ക്രിയേച്ചർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. രണ്ടാമത്തെ സീസണാണ്. കൊറിയൻ സീരീസ് ആണ്. സയൻസ് ഫിക്ഷൻ, ഫാന്റസി, മിസ്റ്ററി, ആക്ഷൻ, അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ ഉച്ചയോടുകൂടി ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സീരീസ് തന്നെയാണ്. ഒരു ഹിന്ദി സീരീസ് ആണ്. ഹണിമൂൺ ഫോട്ടോഗ്രാഫർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് ഒരു ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ജിയോ സിനിമ വഴി ഈ സീരീസ് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മൾട്ടി ലാംഗ്വേജിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത കൊട്ടുക്കാളി എന്ന സിനിമയാണ്. കഴിഞ്ഞ ദിവസം ഈ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ മുതൽ ആമസോൺ പ്രൈമിൽ ഇന്ത്യക്ക് പുറത്ത് റിലീസ് ചെയ്തിരുന്നു. ഇന്ന് രാത്രി 12 ശേഷം ഈ ഒരു സിനിമ സിംപ്ലി സൗത്തിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലും ഇന്ത്യയിലും ഓവർസീസിലായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. അന്നബന്നും സൂര്യയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. അടുത്തത് ഒരു ഡയറക്റ്റ് OTT റിലീസാണ്. ഒരു ഹിന്ദി മൂവിയാണ്. ലവ് സിതാര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി മൂവിയാണ്. ശോഭിക ദുലിബാലിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇന്ന് രാത്രി 12 ശേഷം C5 റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. പ്രതിനിധി 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് റൊമാൻറ്റിക് ത്രില്ലർ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജാപ്പനീസ് മൂവിയാണ്. പ്രീവിയസ്ലി സേവ്ഡ് വേർഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റസ് ബോൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ന് രാത്രി 12 ശേഷം നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനായിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്. ഒരു ഹിന്ദി സീരീസ് ആണ്. താസ ഖബർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. രണ്ടാമത്തെ സീസണാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, മറാഠി ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു ഡ്രാമ, സയൻസ് ഫിക്ഷൻ, ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ക്രൈം കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വോൾഫ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആപ്പിൾ TV+ വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മലയാളത്തിലുള്ള ഒരു ഹൊറർ മൂവിയാണ്. ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. ബേസിൽ ജോസഫ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ഫിനിക്സ് എന്ന് പറഞ്ഞ സിനിമ. ഫിനിക്സ്
അപ്പോൾ ഈ ഒരു സിനിമ സിംപ്ലി സൗത്തിൽ ഇന്ത്യക്ക് പുറത്ത് ഓവർസീസിൽ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഇനിയ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കോഫി എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ ആഴ്ച അതായത് സെപ്റ്റംബർ മാസം 20-ാം തീയതി റിലീസ് ചെയ്യുന്ന പറഞ്ഞ സിനിമയായിരുന്നു. ഈ സിനിമ അന്ന് പോസ്റ്റ്പോൺ ചെയ്തതാണ്. ഇപ്പോൾ ഇന്ന് രാത്രി 12 ശേഷം 27-ാം തീയതി ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇത് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകൾ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് അക്ഷയ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പിന്നെ സഫിറ എന്ന് പറഞ്ഞ സിനിമയാണ്. സൂര്യ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സൂര്യപ്രോട്ട് എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ ഒഫീഷ്യൽ റീമേക്കാണ് സഫിറ എന്ന സിനിമ. തിയേറ്ററിൽ പരാജയമായിരുന്നു ഈ സിനിമ അക്ഷയ് കുമാറിന്റെ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഒക്ടോബർ മാസം 11-ാം തീയതി ഈ സിനിമ റിലീസുള്ള അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് ആനന്ദപുരം ഡയറീസ് ആണ് മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഒക്ടോബർ മാസം 4-ാം തീയതി മനോരമ മാക്സ് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. എന്നാൽ പോലും ഒക്ടോബർ മാസം 4-ാം തീയതി 3-ാം തീയതി ചിലപ്പോൾ അവരത് പിൻവലിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അവരുടെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് റിലീസ് ചെയ്യുന്നു ഒക്ടോബർ മാസം 4-ാം തീയതിയാണ് ഇപ്പോൾ ഒഫീഷ്യൽ മനോരമ മാക്സിൻ്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ചിലപ്പോൾ ഒരു സിനിമ സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ലെവൽ ക്രോസ് എന്ന സിനിമ. ആസിഫ് അലിയും അമലാപോളും ഷർഫുദ്ദീനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഒരു സർപ്രൈസായി റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സിനിമ ഈ ആഴ്ച ഫുള്ള് സർപ്രൈസുകളുടെ ദിവസങ്ങളായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നോക്കാം ഇന്ന് സർപ്രൈസ് വരുമോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും